ട്രെൻഡ്സിൽ ഓഫറുള്ളതുകൊണ്ട് ഞാനും അവിടെ കൂടെ ട്രെൻഡ്സിൽ പോകുന്നു വെച്ചാൽ കാട്ടക്കുളയുടെ ട്രെൻഡ്സിൽ. അപ്പോൾ ഞാൻ ഫസ്റ്റ് അവിടെ ക്ലിനിക്കിൽ പോകുന്നുണ്ട്. അവിടെ ഇരുന്നിട്ട് ഒന്നിച്ച് കഥയൊക്കെ പറഞ്ഞിരുന്ന ശേഷം പോകാമെന്ന് വെച്ചു. ഒന്നിച്ചല്ലേ പോകുന്നത് ആണ്. അപ്പോൾ സെയിം പാറ്റേണിലുള്ള ബാഗ്. ഇനി ഒരു ടെസ്റ്റ് ഉണ്ട്. ഈ ഹെൽമെറ്റൊക്കെ വെച്ച് നിൽക്കുന്നെങ്കിലും ആ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. സോ നമ്മൾ പതിയെ ഹെൽമെറ്റ് ഊരി വെച്ചിട്ട് നടന്നു പോകുകയാണ് ബസ് സ്റ്റോപ്പിലേക്ക്. എന്നിട്ട് പതിയെ ബസ് കയറിയിട്ട് പോകുന്നുണ്ട്. ഇനി വേറൊരു ടെസ്റ്റ്, എവിടെയാണ് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എന്ന് അറിയത്തില്ല. പിന്നെ അടുത്തിരുന്ന കുട്ടിയോടൊക്കെ ചോദിച്ചു നമ്മൾ രൂപം വെച്ചൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നേരെ ട്രെൻഡ്സിൽ പോയി. ട്രെൻഡ്സിൽ ഒത്തിരി ഓഫറുണ്ട്. 50% 60% ഓഫറൊക്കെ ഉണ്ട്. നെയിൽ പോളിഷ് നല്ല ഓഫർ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാത്തിനും ഓഫറല്ല കേട്ടോ. ഓഫറുള്ള നല്ല നല്ല കാര്യങ്ങൾ അവിടെ ഉണ്ട്. പിന്നെ ഓരോന്നൊക്കെ നോക്കി നടക്കുവാണ്. എനിക്ക് കുറച്ച് ഇഷ്ടപ്പെടും, അവനിക്ക് ഇഷ്ടപ്പെടും. പക്ഷെ നമ്മളത് വാങ്ങിക്കണമെന്നില്ലല്ലോ. ഈ ഡ്രസ്സ് എനിക്ക് നല്ലോണം ഇഷ്ടമായി. പക്ഷേ ഇത് ഇട്ടിട്ട് എനിക്ക് ഒരിടവും പോകാനില്ല. വല്ല കല്യാണമൊക്കെ വന്നാൽ ഇടാൻ കൊള്ളാം. നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ എനിക്ക് പൊതുവെ ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ ഓരോരോ ഡ്രസ്സൊക്കെ നോക്കി നടക്കുന്നുണ്ട്. അതിനുശേഷം ആവണി ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ട്രാക്ക് പാൻറ്റ് വാങ്ങിക്കാൻ വേണ്ടി പോയി. ഞാൻ ട്രാക്ക് പാൻറ്റ് വേറെ വാങ്ങിച്ചിട്ട് എനിക്ക് അത്ര വർക്കായില്ല. പക്ഷേ എനിക്ക് ട്രെൻഡ്സിലെ ട്രാക്ക് പാൻറ്റ് വർക്കാവുന്നുണ്ട്. ഞാൻ ഇവിടെ നിന്ന് വാങ്ങിക്കാൻ പോയി. പിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് കണ്ടപ്പോഴത്തേക്ക് വാങ്ങിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കത് മുതലാകത്തില്ല. ആവണി ഇതൊക്കെ എടുത്തിട്ട് പിന്നെ അവിടെ നമ്മൾ നേരെ ഓട്ട് പിടിച്ചിട്ട് ഈ ഹോട്ടലിൽ പോയി. ഇവിടുത്തെ പൊറോട്ടയും ബീഫും മട്ടൺ ബിരിയാണി നല്ലതാണെന്ന് ആവണി പറഞ്ഞു. പക്ഷേ ഞാൻ മട്ടൺ കഴിക്കത്തില്ല. സോ പൊറോട്ടയും ബീഫ് വാങ്ങിച്ചു. പിന്നെ ചിക്കൻ ബിരിയാണി വാങ്ങിച്ച് നമ്മൾ ഷെയർ ചെയ്ത് കഴിക്കുന്നുണ്ട്. അവിടെ കുറേ നേരം കാര്യം പറഞ്ഞിരുന്ന് കഴിച്ചിട്ട് മുഴുവൻ കഴിക്കാനൊന്നും പറ്റിയില്ല. കപ്പാസിറ്റി ഇല്ല. ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി ഒരു കടയിൽ പോയി. പക്ഷേ അവിടുത്തെ ഐസ്ക്രീം എൻ്റെ ഒരു ഐഡിയയ്ക്കുള്ളതല്ല. സോ നമ്മൾ ബസ് കയറിയിട്ട് എങ്ങോട്ട് വരുന്നു, മലയങ്കിഴ് എത്തിയിട്ട് വിസ്മയം പോകുന്നുണ്ട്. കാരണം എനിക്ക് ഐസ്ക്രീം കുടിച്ചില്ലെങ്കിൽ ഉറക്കം വരത്തില്ല തീരുമാനിച്ചുകൊണ്ട്. അവിടെ എത്തിയപ്പോഴത്തേക്കും പിന്നെ പല ഐഡിയകളായി. ഫലൂഡ, ഫ്രൂട്ട് സലാഡ്. അപ്പോൾ അവന് ഫ്രൂട്ട് സലാഡ് വിത്തൗട്ട് ഷുഗർ വാങ്ങിക്കുന്നുണ്ട്. ഞാനത് വിത്ത് ഷുഗർ വാങ്ങിച്ചു. കാരണം എനിക്ക് ഷുഗർ കട്ട് ചെയ്തിട്ടുള്ള ലൈഫേ ഉണ്ടായിട്ടില്ല. വേണമെന്ന് വിചാരിച്ച് നടക്കും, പക്ഷേ ചെയ്യാത്തതാണ്. കാരണം എൻ്റെ ചെറിയ ചെറിയ സന്തോഷത്തിലൊന്നാണ് മധുരം കഴിക്കുക. ഞാൻ സ്വീറ്റ്സ് കഴിക്കും. മീൻസ് ലിമിറ്റഡ് ആയിട്ടെങ്കിലും കഴിച്ചിരിക്കും ഡയറ്റ് എടുത്തപ്പോൾ പോലെ. പിന്നെ അവനുടെ ക്ലിനിക്ക് വന്ന് നമ്മൾ അവിടെ ഇരുന്നിട്ട് ഞാൻ കഥ പറയുകയാണ്. വേറെ ഒന്നുമല്ല, ഫ്രണ്ട് പ്രിഞ്ചസ് വെട്ടണം എനിക്കിനി. അതിന് വെട്ടാതെ ഒരു സമാധാനം ഇല്ലാത്ത പോലെ ഇരിപ്പുണ്ട്. ഞാൻ മിക്കവാറും വെട്ടുടനെ തന്നെ. പിന്നെ 2 മണിക്കൂറോളം കാര്യം പറഞ്ഞിരുന്ന ശേഷം നമ്മൾ നേരെ വീട്ടിൽ പോകുന്നു. അപ്പോൾ ടാറ്റാ.